അരി ഉഴുന്നൊന്നും അരച്ചില്ലാത്തപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ടൊരു ദോശ ഉണ്ടാക്കാം. അതിനായിട്ട് 1/2 ഗ്ലാസ് അവൽ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പുമാവ് റവയാണ് ചേർത്തിരിക്കുന്നത്. 1/2 കപ്പ് തൈര് അതും കൂടെ ചേർത്തു. പിന്നെ വെള്ളം 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടിത് ഇളക്കിയൊന്ന് നമുക്കൊന്ന് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. റവയല്ലേ ഒന്ന് കുതിർന്നൊക്കെ വരണമല്ലോ. ഇതിനെ അടച്ച് 1 അരമണിക്കൂർ മാറ്റി വയ്ക്കുക. അരമണിക്കൂർ കഴിഞ്ഞു. നമുക്കിതിനെ ഒന്ന് നല്ല മയത്തിലൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ദോശമാവിൻ്റെ പരുവത്തിൽ അരച്ചെടുക്കണം. ഈ പാകത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഇതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കാം. രാവിലെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് വിഭവമാണിത്. അടച്ച് വെച്ച് നമുക്കിതിന് നല്ലൊരു ചട്നി ഉണ്ടാക്കിയെടുക്കാം. പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്തു. ചട്നിക്കടല 1 ടീസ്പൂൺ. നിലക്കടല ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിലേക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളക്, 1 സവാള, അല്പം കരിവേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിനി ഇത് അരച്ചെടുക്കണം. ഇപ്പോൾ 1 മുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വഴറ്റിയെടുത്ത ഉള്ളിയൊക്കെ ചേർത്തു. അല്പം പുളി, പിന്നെ ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുവിധം തിക്കായിട്ടുള്ളൊരു ചട്നിയാണിത്. ഇഡ്ഡലിക്കും ദോശയ്ക്കുമൊക്കെ നന്നായിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ചട്നി തയ്യാറാക്കിയിട്ടുണ്ട്. കടുക് വറക്കണമെങ്കിൽ കടുക് വറക്കാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മുടെ മാവ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി ഡയറക്റ്റ് ചേർക്കാതിരിക്കുകയാണ് നല്ലത്. വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചേർത്ത് നമുക്ക് പെട്ടെന്ന് മിക്സായി കിട്ടും. കല്ല് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ദോശ ഇടാൻ തുടങ്ങാം. ഞാൻ എളുപ്പത്തിൽ അരിപ്പൊടി എടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഇട്ടിളയ്ക്കേണ്ട കുറച്ച് താമസം വന്നു മിക്സ് ചെയ്യാൻ. നിങ്ങൾ ചെയ്യുമ്പോൾ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കണ്ടില്ലേ തിരിച്ചിടാം. നല്ല സൂപ്പർ കളറും ടേസ്റ്റുമുള്ള ദോശ നമുക്കിതുപോലെ തയ്യാറാക്കാം. ഇതിന് ഈനോയോ അല്ലെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ പൗഡറോ ഒന്നും തന്നെ ചേർക്കാതെയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അരി ഉഴുന്നൊക്കെ അരച്ച് മറന്നു പോയെങ്കിൽ നമുക്കിതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാം. ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവും ദോശ ഉണ്ടാക്കാം. ഇച്ചിരി തീ കൂടുതലായതുകൊണ്ടാണ് കളർ വെച്ചത്. കുറച്ചുകൂടെ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല കളറിൽ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. നെയ്യോ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ നമുക്കതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ തയ്യാറാക്കിയ ഇൻസ്റ്റൻറ്റ് റവ ദോശ, അതിൻ്റെ കൂടെ നല്ലൊരു ചട്നി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും കേട്ടോ.